നമസ്കാരം. ഗോപാലകൃഷ്ണൻ സാറിൻ്റെ പ്രഭാഷണങ്ങൾ മിക്ക യൂട്യൂബ് ചാനലുകളിലും ഇപ്പോൾ ധാരാളം കിട്ടുന്നുണ്ട്. പക്ഷെ അവ മിക്കതും ഓരോ സ്ഥലത്തും നടന്ന പ്രഭാഷണങ്ങളായിരിക്കും. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയത്തെക്കുറിച്ച് സാറിൻ്റെ അഭിപ്രായം അറിയണം എന്ന ആഗ്രഹത്തോടെ അന്വേഷിച്ചാൽ അത് എളുപ്പം കണ്ടെത്താൻ പറ്റിയെന്നിരിക്കില്ല. മാത്രമല്ല, ഓരോ സബ്ജക്റ്റും വ്യത്യസ്ത സ്ഥലങ്ങളിൽ വ്യത്യസ്തമായ രീതിയിലായിരിക്കും സാർ അവതരിപ്പിക്കുക. അവയിലെ കണ്ടന്റുകൾ ഒന്നായിരിക്കും എങ്കിലും കേൾവിക്കാരെയും സാഹചര്യങ്ങളെയും വിലയിരുത്തിയിട്ട് മാത്രമേ അവിടുത്തെ നിലവാരത്തിനനുസരിച്ച് സാർ പ്രഭാഷണം നടത്താറുള്ളൂ. ഉദാഹരണത്തിന്, പണ്ടൊക്കെ കർക്കിടക മാസത്തിൽ പാലക്കാട്ട് ഞങ്ങൾ പോയാൽ ഒരു ദിവസം 5-6 പ്രഭാഷണങ്ങൾ വരെ ഉണ്ടായിരിക്കും. അതൊക്കെ ടെലികാസ്റ്റ് ചെയ്യുവാൻ ACV പോലെയുള്ള ചാനലുകളും കൂടെ വരുമായിരുന്നു. എന്നാൽ എല്ലായിടത്തും സബ്ജക്റ്റ് രാമായണം ബേസ്ഡ് ആയിരിക്കും. അത് തന്നെ 2-3 ദിവസങ്ങളിൽ പലയിടത്തായിട്ട് തുടർച്ചയായി ഉണ്ടായിരിക്കുകയും ചെയ്യും. പക്ഷെ സാറ് ഓരോ ക്ലാസ്സും ഓരോ രീതിയിലായിരിക്കും അവതരിപ്പിക്കുന്നത്. സെയിം സബ്ജക്റ്റ് ആയിരുന്നെന്ന് ആർക്കും ഒരിക്കലും തോന്നുകയില്ല. അതാണ് ഗോപാലകൃഷ്ണൻ സാറ്. എല്ലാം കഴിഞ്ഞ് രാത്രിയിൽ തിരികെ വരുമ്പോൾ കാറിൽ വെച്ച് കുറച്ച് ആശ്വാസത്തോടെ സാറ് ഞങ്ങളോട് പറയും, ഓരോ പ്രഭാഷണവും വെല്ലുവിളിയായിട്ടാണ് തോന്നിയിരുന്നതെന്ന്. അതെന്താണ് അങ്ങനെ തോന്നാൻ എന്ന് ചോദിക്കുമ്പോൾ, എന്ത് ചെയ്യാനാ, ഈ ചാനലുകാർ ക്യാമറയും കൊണ്ട് എൻ്റെ മുന്നിൽ തന്നെ നിൽക്കുമ്പോൾ ഒരേ രീതിയിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് കാണുന്ന ജനങ്ങൾ വിചാരിക്കില്ല ഇയാൾക്ക് എന്താ ഇതല്ലാതെ വേറൊരു സബ്ജക്റ്റും അറിയില്ല എന്ന് സാർ തമാശയോടെ ഞങ്ങളോട് പറയാറുണ്ടായിരുന്നു. അപ്പോഴാണ് അതിൻ്റെ ഗൗരവം ശരിക്കും ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. ഇന്നത്തെ കാലത്ത് ആർക്കും തന്നെ 2-2.5 മണിക്കൂർ നേരം തുടർച്ചയായിട്ട് പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കാനുള്ള സമയവും സാവകാശവും ഉണ്ടായിരിക്കില്ല. സാറിൻ്റെ തേൻതുള്ളികൾ എന്ന മെസ്സേജുകൾ അപ്ലോഡ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് അവരുടെ ഈ ബുദ്ധിമുട്ടുകൾ മനസ്സിലായതാണ്. പിന്നീട് അത് ലെങ്ത് കുറച്ച് അപ്ലോഡ് ചെയ്യുകയാണ് ഉണ്ടായത്. മാത്രമല്ല, അനേകം പേര് സാറിൻ്റെ ഇന്ന സ്ഥലത്തെ പ്രഭാഷണം അയച്ചു തരാമോ എന്ന് ചോദിച്ചുകൊണ്ട് വിളിക്കാറുണ്ട്. ചിലർക്കെല്ലാം ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് സാർ നടത്തിയ പ്രഭാഷണം ഉണ്ടോ എന്നാണ് അറിയേണ്ടത്. അത് കണ്ടെത്തിയിട്ട് അതേപോലെ അയച്ചു കൊടുത്താലും 2-2.5 മണിക്കൂറുകളുള്ള പ്രഭാഷണത്തിൻ്റെ ഏത് ഭാഗത്താണ് സാറ് അവരുദ്ദേശിച്ച കാര്യം പറഞ്ഞിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാനും ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഈ ചാനലിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഏതൊരാൾക്കും വളരെ എളുപ്പം സെലക്ട് ചെയ്ത് കാണുവാൻ പാകത്തിന് ഓരോ വിഷയങ്ങളെയും തരം തിരിച്ച് ഒരു റെഫറൻസ് എന്ന പോലെ അവതരിപ്പിക്കാനാണ്. ഓരോ ക്ലാസ്സുകളും ശ്രദ്ധയോടെ കേട്ട് അവയിലെ വിഷയങ്ങൾ 8-10 മിനിറ്റിനുള്ളിൽ തീരുന്ന വിധത്തിൽ അവയുടെ ആശയങ്ങളും സാറിൻ്റെ വാക്കുകളുടെ ആകർഷണീയതയും ഒട്ടും നഷ്ടപ്പെടുത്താതെ അവതരിപ്പിക്കുക എന്നതാണ്. ആ വിഷയത്തെക്കുറിച്ച് ഒരു ഇൻട്രഡക്ഷൻ കൊടുക്കുക എന്നത് മാത്രമാണ് ഞാൻ തൽക്കാലം ചെയ്യുന്നത്. ഇടയ്ക്ക് സാറിൻ്റെ ഫുൾ ലെക്ചറുകളും കൊടുക്കണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. അത് കേൾക്കുന്ന അംഗങ്ങളുടെ താല്പര്യം അനുസരിച്ച് മാത്രം ആയിരിക്കും കൊടുക്കുക. സയൻറ്റിഫിക് ഹെറിറ്റേജ് എന്ന ഈ ചാനല് സാറിൻ്റെ പഠിപ്പിക്കുക എന്ന ആശയത്തിലൂടെ നമ്മുടെ ഭാരതീയ പൈതൃകത്തിൻ്റെ മഹത്വം ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ അവയിലെ വിവിധ വിഷയങ്ങൾ ലോകം മുഴുവനും ആർക്കും ഏത് സമയത്തും വളരെ എളുപ്പം കണ്ടെത്തി മനസ്സിലാക്കാവുന്ന തരത്തിൽ അവതരിപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ എത്തിക്കുക എന്നതാണ് ഞങ്ങളുടെ കർമ്മവും ധർമ്മവും പന്ഥാവും. നിങ്ങളാൽ കഴിയുന്ന വിധത്തിൽ ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യും എന്നുള്ള വിശ്വാസത്തോടെ നിർത്തുന്നു. നാളെ മുതൽ പഴയ പോലെ മെസ്സേജുകൾ തുടരുന്നതാണ്.